മോർണിംഗ്. പ്രതിഭയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് പുൽബനീത് മാം, നരേന്ദ്ര പുണ്ടരിക എഴുതിയ പുൽബനീത് മാം എന്ന് പറയുന്ന ഒരു കൊച്ചു കവിതയാണ് പഠിച്ചത്. ഇന്ന് അതിൻ്റെ ആസ്വാദന ടിപ്പണിയാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ആ ആസ്വാദന ടിപ്പണി ഞാൻ ആദ്യം എന്ത് ചെയ്യാം, ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. श्री नरेंद्र पुंडरिक का लिखी हुई एक छोटी सी कविता है पुल बनी थी माँ। इसमें उन्होंने आधुनिक पीढ़ी के लोगों की अज्ञानता जो माम से संबंधित कर्मों पर दिख रहे हैं उसकी ओर हमारी ज्ञान आकर्षित करते हैं। इससे आज के ज़माने में वृद्धाश्रमों की संख्या बढ़ते जा रहे हैं. അപ്പോൾ ഇവിടെ നോക്കാം, ശ്രീ നരേന്ദ്ര പുണ്ടരിക ലിഖി ഹുയി എക്ക് ചോട്ടി സി കവിത ഹെ പുൽബനീത് മാം. നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കവിതയുടെ ആസ്വാദന ടിപ്പണി തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എഴുത്തുകാരനെ സംബോധന ചെയ്യണം. എഴുത്തുകാരനെ സംബോധന ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ കവിതയെക്കുറിച്ച് വിവരിക്കുന്നത്. അപ്പോൾ ഇത് എഴുതിയതാരാ? നരേന്ദ്ര പുണ്ടരിക്. ശ്രീ നരേന്ദ്ര പുണ്ടരിക ലിഖി ഹുയി എക്ക് ചോട്ടി സി കവിത ഹെ പുൽബനീത് മാം. ഇസ്മെ ഉനോംനെ, അപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു ചെറിയ കവിതയാണ് പുൽബനീത് മാം. ഇസ്മെ ഉനോംനെ ആധുനിക പീഡിക്ക് ലോകോങ്കി, ഇന്നത്തെ തലമുറ, പീഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുറ, ഇന്നത്തെ തലമുറയിൽ വർദ്ധിച്ചു വരുന്ന അജ്ഞാനത, അറിവില്ലായ്മ കാരണം അവരുടെ അറിവില്ലായ്മ എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് പറയാം. ജോ മാംസെ സംബന്ധിത കർമ്മവും വർദ്ധിഗ്രഹേ, അമ്മമാരെ അവരെടുത്ത് പ്രവർത്തിക്കേണ്ടത് എങ്ങനെ എന്നുള്ളതിനെ പറ്റി നമ്മൾ ഇന്ന് കാണുന്ന കർമ്മവും വർദ്ധിഗ്രഹേ ഉസ്കി ഓർ ഹമാരി ജ്ഞാൻ ആകർഷിത് കർത്തേ, അതിനെയാണ് നമ്മുടെ മുമ്പിലേക്ക് എന്ത് ചെയ്യുന്നത് അദ്ദേഹം, നമ്മുടെ അറിവിലേക്ക് അദ്ദേഹം ഈ കവിതയിലൂടെ നമുക്ക് തരുന്നത്. ഉസ്കി ഓർ ഹമാരി ജ്ഞാൻ ആകർഷിത് കർത്തേ. ഇസസെ ആജ് കെ സമാനെ മേം വൃദ്ധാശ്രമോ കി സംഖ്യ ബെഡ്തേ ജാ രഹേ ഹെ. അപ്പോൾ ഇന്ന് ഇതിലൂടെ ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ വൃദ്ധാശ്രമങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്നും അതിൻ്റെ ഒരു മാനസികാവസ്ഥ, അമ്മമാരുടെ മാനസികാവസ്ഥയും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഈ കവിതയിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നത്. നമ്മൾ കവിത പഠിച്ചതാണ്. അപ്പോൾ ഒന്നുകൂടെ വേണമെങ്കിൽ ഞാൻ ആ പാരഗ്രാഫ് വായിക്കാം. ശ്രീ നരേന്ദ്ര പുണ്ടരിക ലിഖി ഹുയി ഏക് ചോട്ടി സി കവിത ഹെ പുൽബനീത് മാം. ഇസ്മേ ഉനോംനെ ആധുനിക പീഡിക്ക് ലോകോങ്കി അജ്ഞാനത, ഇന്നത്തെ തലമുറയിലെ ആൾക്കാരുടെ അറിവില്ലായ്മ. കാരണം അത് അങ്ങനെ തന്നെ പറയണം, കാരണം അത് അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതന്നെയാണ്, മനഃപൂർവ്വം ചെയ്യുന്നത് തന്നെയാണ്. ജോ മാംസെ സംബന്ധിത കർമ്മവും വർദ്ധിക്കുക, അമ്മമാരെ കുറിച്ച് അവരെ ബേസ് ചെയ്തിട്ടുള്ള പ്രവർത്തികളിൽ ഇന്നത്തെ തലമുറ കാണിച്ചു കൂട്ടുന്ന പ്രവർത്തികൾ. ഉസ്കി ഓർ ഹമാരി ജ്ഞാൻ ആകർഷിത കർത്തേ, അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് ഈ പുൽബനീത് മാം എന്ന് പറയുന്ന കവിതയിലൂടെ. ഇസസെ ആജ് സമാനമേ വൃദ്ധാശ്രമവും കി സംഖ്യ ബെഡ്തേ ജാ. അപ്പോൾ ഇത് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ സമാനമേ എന്ത് സംഭവിക്കുകയാണ്? വൃദ്ധാശ്രമവും കി സംഖ്യ ബെഡ്തേ ജാ രഹേ ഹെ. അപ്പോൾ അടുത്ത പാരഗ്രാഫ് ഞാൻ വായിക്കാം. മാം ഭായിയോं के बीच पुल बनी थी, पुल दो किनारों को आपस में जोड़ता है. माम परिवार के हर सदस्य को आपस में जोड़ने वाली कड़ी रही. इस माम रूपी पुल से बच्चों की जिंदगी रूपी रेलगाड़ी बेरोक चलती रही. पिता के चल बसने के बाद भी भाइयों के बीच माम पुल बनी रही. माम धीरे धीरे टूटने लगी, यानी मानसिक रूप से वह धीरे धीरे कमजोर होती गई. उसके शरीर पर बुढ़ापे का असर दिखने लगा. वह शारीरिक रूप से भी कमजोर होने लगी थी. ഞാനത് പറഞ്ഞു തരാം. നമ്മൾ പദ്യത്തിൽ പഠിച്ച കാര്യമാണ്. മാം ഭായിയോं के बीच पुल बनी थी. നമ്മുടെ ആദ്യത്തെ വരികൾ തന്നെ അതായിരുന്നു. അമ്മ ഭായിയോं के बीच पुल बनी थी, സഹോദരങ്ങൾക്കിടയിൽ ഒരു പാലത്തെ കണക്കായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഉസ്മേ ബേരോക്ക് ചലത്തി രഹത്തി थी, അവിടെ അവർക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ പോകാൻ അവർക്ക് കഴിയുമായിരുന്നു. മാം ഭായിയോं के बीच पुल बनी थी, പുൽ ദോ കിനാരോ കോ ആപ്പസ് മേ ജോഡ്താ ഹെ. നമുക്കറിയാം പുൽ എന്ന് പറഞ്ഞ ഒരു പാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദോ കിനാരോ കോ, രണ്ട് അറ്റങ്ങളെ, രണ്ട് തീരങ്ങളെ, കിനാരോ കോ ആപ്പസ് മേ ജോഡ്താ ഹെ, പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് എന്തോന്ന് ഒരു പാലത്തിൻ്റെ ജോലി എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് പിന്നെ തടസ്സങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഈ ഭായിയോं के बीच पुल बनी थी മാം, ഈ സഹോദരങ്ങൾക്കിടയിൽ എന്ത് തന്നെയായിരുന്നു? അമ്മ ഒരു പാലമായിരുന്നു, തമ്മിലൊരു പരസ്പര ബന്ധം അവിടെ ഉണ്ടായിരുന്നു. മാം
പരിവാർ കെ ഹർ സദസ്യക്കോ, അമ്മ ഈ കുടുംബത്തിലെ ഹർ സദസ്യക്കോ, എല്ലാ സദസ്യരെയും എല്ലാ അംഗങ്ങളെയും ആപ്പസ്മയും ജോഡിനെ വാലി കടിരഹി, പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിരുന്നു ആര്? അമ്മ. മാം പരിവാർ കെ ഹർ സദസ്യക്കോ ആപ്പസ്മയും ജോഡിനെ വാലി കടിരഹി, അമ്മ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ്. ഇസ് മാം രൂപി പുൽസെ ബച്ചോं की जिंदगी रूबी റെയിൽഗാഡി ബേ റോക്കടോക്ക് ചൽത്തി രഹി. അപ്പോൾ എന്നിട്ട് കവി പറയുന്നത് എങ്ങനെയാണ്? ഈ അമ്മയാകുന്ന പാലത്തിലൂടെ, മാം രൂപി പുൽസെ ബച്ചോं की जिंदगी रूबी റെയിൽഗാഡി, കുട്ടികളുടെ ജീവിതമാകുന്ന റെയിൽഗാഡി, നമ്മളവിടെ പഠിച്ച കാര്യമാണത്. അപ്പോൾ കുട്ടികളുടെ ഈ ജീവിതമാകുന്ന റെയിൽഗാഡി ബേ റോക്കടോക്ക് ചൽത്തി രഹി, യാതൊരു തടസ്സവും കൂടാതെ പൊയ്ക്കൊണ്ടേയിരുന്നു. കാരണം അവരെ ആ തടസ്സങ്ങളൊന്നും ഇല്ലാതെ അവരെ കൊണ്ടുപോയിരുന്ന ഒരു കണ്ണി എന്ന് പറയുന്നത് ആര് തന്നെയായിരുന്നു? ഈ മാതാവ് തന്നെയായിരുന്നു. പിതാക്കെ ചൽ ബസിനേക്ക് ബാദ്, ചൽ ബസ്ന മീൻസ് മരിച്ചു പോവുക, പിതാവ് മരിച്ചു പോയതിന് ശേഷം. പിതാക്കെ ചൽ ബസിനേക്ക് ബാദ് ഹി ഭായിയോं के बीच മാം പുൽബനി രഹി, എന്നിട്ടും അതിനുശേഷവും ഭായിയോं के बीच മാം പുൽബനി രഹി, ഈ സഹോദരന്മാർക്കിടയിൽ അമ്മ എന്ത് തന്നെയായിരുന്നു? ഒരു പാലമായി തന്നെ വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു, അവരുടെ ജീവിതം തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ നമ്മൾ കവിതയിൽ പിന്നീട് പഠിച്ച കാര്യം നമുക്ക് നല്ല ഓർമ്മയുണ്ട്. എന്താണ്? മാം ധീരെ ധീരെ ഢൂട്ടിനെ ലഗി, അമ്മ പതിയെ പതിയെ എന്തായിത്തീർന്നു? പതിയെ പതിയെ അമ്മ ഢൂട്ടിനെ ലഗി, അമ്മയുടെ അവസ്ഥ വളരെ മോശമായി തുടങ്ങി. ഢൂട്ടിനെ ലഗി യാനി മാനസിക രൂപസേ വഹ് ധീരെ ധീരെ കംസോർ ഹോത്തി ഹെ, എന്ന് പറഞ്ഞാൽ മാനസിക രൂപത്തിൽ, അതായത് അവർ ശാരീരികമായും മാനസികമായും ധീരെ ധീരെ കംസോർ, കംസോർ എന്ന് പറഞ്ഞാൽ ദൗർബല്യം, അതായത് അവർ ദുർബലയായിക്കൊണ്ടേയിരുന്നു. മാനസിക രൂപസേ വഹ് ധീരെ ധീരെ കംസോർ ഹോത്തി ഹൈ, ഉസ്കെ ശരീർ പർ ബുഢാപ്പെ കാ അസർ ദിഖ്നെ ലഗാ, കാരണം മറ്റൊന്നുമല്ല, അവരുടെ ശാരീരിക ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ അതിൽ എന്ത് കയറി തുടങ്ങിയെന്ന്? ബുഢാപ്പെ കാ അസർ, വാർദ്ധക്യത്തിൻ്റെ സ്വാധീനം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വാർദ്ധക്യത്തിലേക്ക് കടന്നു, മാതാവ് വാർദ്ധക്യത്തിലേക്ക് കടന്നു. അസർ उसके शरीर पर बुढ़ापे का असर दिखने लगा, वह ശാരീരിക രൂപസെ ഹി കംസോർ ഹോനെ ലഗി, എന്ന് പറഞ്ഞാൽ അവർ ശാരീരികമായും മാനസികമായും കംസോറായി, അതായത് ദുർബലയായി, തീരെ വയ്യാത്ത അവസ്ഥയിലേക്ക്, നല്ല വാർദ്ധക്യത്തിലേക്ക് കടന്നു എന്നുള്ളതാണ്. ആ പാരഗ്രാഫ് ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. മാം ഭായിയോं के बीच पुल बनी थी, पुल दो किनारों को आपस में जोड़ता है, माम परिवार के हर सदस्य को आपस में जोड़ने वाली कड़ी रही, इस माम रूबी पुल से बच्चों की जिंदगी रूबी रेलगाड़ी बे रोकड़ोक चलती रही, पिता के चल बसने के बाद ही भाइयों के बीच पुल बनी रही माम धीरे धीरे टूटने लगी, यानी मानसिक रूप से वह धीरे धीरे कमजोर होती गई, उसके शरीर पर बुढ़ापे का असर दिखने लगा, वह शारीरिक रूप से भी कमजोर होने लगी. അപ്പോൾ അത് നമ്മൾ ആ പദ്യത്തിനകത്ത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയൊരു കാര്യമാണ്. മാം ഭായിയോं के बीच पुल बनी, അത് കഴിഞ്ഞിട്ട് പിതാക്കെ ചലനയൊക്കെ ബാധ, പിതാവ് പോയതിന് ശേഷവും മാം വഹി കാം കർത്തി രഹി, അത് തന്നെ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ പിന്നീട് സംഭവിച്ചെന്താ? മാം മാനസിക രൂപസെ അവർ ശാരീരിക രൂപസെ അവർ കംസോർ ഹോത്തി ജാ രഹി ഹൈ, ക്യോങ്കി ഉന്മേം ബുഢാപ്പ ആ ഗയി, കാരണം എന്താണ്? അവരിലേക്ക് വാർദ്ധക്യം കടന്നു വന്നു എന്നുള്ള ഒരു വസ്തുത അത് എല്ലാവരിലും ഉണ്ടാകുന്നതാണ്. അടുത്ത് നമുക്ക് നോക്കാം. ഏക് ഹി ബാത്ത് കോ മാം ബാർ ബാർ കഹനെ ലഗി, നമ്മൾ പദ്യത്തിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മാം കെ ബാർ ബാർ കഹനെ കോ ഹമ്മാൻ കർ ചലത്തെ രഹെ എന്ന് പറഞ്ഞ പദ്യത്തിനകത്ത് പറയുന്നുണ്ട്. ഏക് ഹി ബാത്ത് കോ മാം ബാർ ബാർ കഹനെ ലഗി, ഒരു കാര്യം തന്നെ അമ്മ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ബच्चे इस आदत को उनके बढ़ते हुए बुढ़ापे की निशानी മാൻകർ ജീനെ, കുട്ടികൾ ഈ അമ്മയുടെ ഈ ഒരു ആദത്തിനെ, ആദത്തെന്ന് പറഞ്ഞാൽ എന്താണ്? സ്വഭാവം. ഈ ഒരു സ്വഭാവത്തെ ഉൻകെ ബഡ്തേ ഹുയെ ബുഢാപ്പെ കി നിശാനി മാൻകർ ജീനെ ലഗി, അവരുടെ ആ വർദ്ധിച്ചു വരുന്ന ആ വാർദ്ധക്യത്തിലേക്ക് കടന്നു പോകുന്ന അതിൻ്റെ ലക്ഷണമാണെന്ന് കണ്ടിട്ട്, നിശാനി എന്ന് പറഞ്ഞാൽ അടയാളം, ബുഢാപ്പെ കി നിശാനി മാൻകർ, വാർദ്ധക്യത്തിൻ്റെ അടയാളമെന്ന് കണ്ട് അതിനെ കുഴപ്പമില്ല, അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ഉസ്കി ആവാസ് കംസോർ ഹോത്തി രഹി, പിന്നീട് അമ്മയുടെ ആവാസ് എന്ത് ചെയ്തു? കംസോർ ഹോത്തി രഹി, വളരെയധികം ദുർബലമായി, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തി. വഹ് ധീരെ ധീരെ ദുർബൽ ഹോത്തി രഹി, ഈ അമ്മ പതിയെ പതിയെ എന്താവുകയായിരുന്നു? വളരെയധികം ദുർബലയായി. വഹ് തോ ബുഢാപ്പെ മീൻ
ബഹുത്ത് അധികം പഡ് ഗയി, വാർദ്ധക്യത്തിലേക്ക് നല്ല രീതിയിൽ വഴുതി വീണു എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി. बच्चों के प्रति प्यार और दुलार से रहने वाली माँ एक दिन बच्चों के आश्रय में आ गई. അപ്പോൾ കുട്ടികളോട് അഗാധമായ സ്നേഹം, ബച്ചോं के प्रति प्यार, അഗാധമായ സ്നേഹം, അവർ ദുലാർ സേ രഹനെ വാലി മാ, അവരോടുള്ള ആ നല്ല നിഷ്കളങ്കമായ സ്നേഹം വെച്ചിരുന്ന ആ അമ്മ ഏക് ദിൻ ബച്ചോं के आश्रय में आ गई, ഒരു ദിവസം കുട്ടികളുടെ ആശ്രയത്തിലേക്ക് വന്നു. കാരണം ഇനി കുട്ടികൾ നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ആ അമ്മ എത്തിപ്പെട്ടു. ധീരെ ധീരെ ബച്ചോं के सशक्त कंधों में मां बोझ बन गई. പക്ഷെ പിന്നീട് സംഭവിച്ചെന്താ, പതിയെ പതിയെ ബച്ചോं के सशक्त कंधों में, ഈ കുട്ടികളുടെ ശക്തമായ ആ ചുമലിന് അമ്മ എന്തായി തീർന്നു, മാം ബോച്ച് ബൻ ഗയി, അമ്മ ഒരു ഭാരമായി തീർന്നു. അപ്പോൾ ആ പാരഗ്രാഫ് അത് രണ്ടും കൂടെ ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. ഇവിടെ പറയുന്നതാണ്, ഏക് ഹി ബാത് കോ മാം ബാർ ബാർ കഹനെ ലഗി, ബच्चे इस आदत को उनके बढ़ते हुए बुढ़ापे की निशानी मानकर जीने लगे. उसकी आवाज़ कमज़ोर होती रही, वह धीरे धीरे दुर्बल होती रही. बच्चों के प्रति प्यार और दुलार से रहने वाली माँ एक दिन बच्चों के आश्रय में आ गई. धीरे धीरे बच्चों के सशक्त कंधों में माँ बोझ बन गई. അപ്പോൾ അവിടെ അത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, മാം എന്തായി തീർന്നു, ബുഢാപ്പയമയും ഹോഗൈ, വാർദ്ധക്യത്തിലേക്ക് എത്തി. ബാർ ബാർ കഹനയിലേക്ക്, ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, പറയുക. ബച്ചെ സാദത്തുക്കോ എന്ത് ചെയ്തു, ഉൻകെ ബുഢാപ്പയ്ക്ക് നിശാനി മാൻകർ, അവരുടെ വാർദ്ധക്യത്തിൻ്റെ അടയാളമെന്ന് കരുതി കുട്ടികളും അത് അഡ്ജസ്റ്റ് ചെയ്തു. ഉൻകെ ആവാസ് കംസോർ ഹോത്തിരഹി, ആ ശബ്ദം വളരെ ദുർബലമായി, അങ്ങനെ അവർ ദുർബലയായി തീർന്നു. അങ്ങനെയുള്ള ആ കുട്ടികളോട് അധികമായ സ്നേഹം വെച്ച് പുലർത്തിയിരുന്ന അമ്മ ഒരു ദിവസം എവിടെ എത്തി, ഈ മക്കളുടെ ആശ്രയത്തിലേക്ക് വന്നു. ധീരെ ധീരെ ബച്ചോं के सशक्त कंधों में मां बोझ बन गई. കുട്ടികളുടെ ആ ഒരു ശക്തമായ ആ ഒരു ചുമൽ, അതായത് ആ ശക്തമായ ഒരു ആശ്രയം ഉണ്ടായിരുന്നിട്ടും കുട്ടികൾക്ക് അമ്മ എന്തായി തീർന്നു, ഒരു ഭാരമായി തീരുന്ന കാഴ്ചയാണ് നമ്മൾ ആ പദ്യത്തിൽ നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ലാസ്റ്റ്, ജബ് തക്ക് ബൂഠി മാം ജീവിത് രഹി, ബच्चे माम की देख रेख की जिम्मेदारी एक दूसरे के कंधों पर डालते रहे. सारी जिंदगी बच्चों के लिए जीने वाली माँ बुढ़ापे में बच्चों के लिए भार बन गई. पर माम का मातृत्व बच्चों की इस कठिनाई सह नहीं पाया, वह स्वयं उनके कंधों से उतर गई. मतलब उसका अंतिम प्रयाण हो गया. माम के अभाव में बच्चे निराश्रय और दुर्बल हो गए. അവിടെ പറയുന്നതാണ്, ജബ് തക്ക് ബൂട്ടി മാം ജീവിത് രഹി, ഈ വൃദ്ധയായ അമ്മ ജീവിച്ചിരുന്ന കാലം വരെ, ജബ് തക്ക് ബൂട്ടി മാം ജീവിത് രഹി, ജീവിച്ചിരുന്ന കാലം വരെ, ബच्चे മാം കി ദേഖ് രേഖ് കി ജിമ്മേദാരി ഏക് ദൂസരേക്ക് കന്ധോം പർ ഡാൽത്തെ രഹി. കുട്ടികൾ എന്ത് ചെയ്തു, മാം കെ ദേഖ് രേഖ് കി ജിമ്മേദാരി, അമ്മയെ നോക്കുന്ന ആ ഒരു ഉത്തരവാദിത്വം, ജിമ്മേദാരി, ആ ഒരു ഉത്തരവാദിത്വം ഏക് ദൂസരേക്ക് കന്ധോം പർ ഡാൽത്തെ രഹി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരുന്നു. ആരും തന്നെ നോക്കാൻ തയ്യാറല്ല, പരസ്പരം മാറ്റിക്കൊടുത്തുകൊണ്ടേയിരുന്നു. സാരി ജിന്ദഗി ബച്ചോं के लिए जीने वाली माँ, ജീവിതകാലം മുഴുവൻ കുട്ടികൾക്ക് വേണ്ടി ജീവിച്ച അമ്മ. സാരി ജിന്ദഗി, ജീവിതകാലം മുഴുവൻ ബച്ചോं के लिए जीने वाली माँ, ഈ കുട്ടികൾക്ക് വേണ്ടി തന്നെ ജീവിച്ച ഈ അമ്മ ബുഢാപ്പയമേയും ബച്ചോं के लिए ഭാർ ബൻ ഗയി, വാർദ്ധക്യമായപ്പോൾ കുട്ടികൾക്കൊരു ഭാരമായി തീർന്നു. ഭാർ ബൻ ഗയി. पर माम का मातृत्व ബച്ചോं की इस कठिनाई സഹ നഹി പായ. പക്ഷെ അമ്മയുടെ ആ മാതൃത്വം അമ്മയ്ക്കറിയാം, അത് നമ്മളവിടെ പറയുന്നുണ്ട്, മാം തോ മാം ഹി ഹേ, അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ തന്നെയാണ്. അമ്മയുടെ മാതൃത്വം ബച്ചോं की इस कठिनाई पर, കുട്ടികൾ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ട് പോലും എന്ത് ചെയ്തില്ല, സഹ നഹി പായ, സഹിക്കാൻ കഴിഞ്ഞില്ല. അത് സ്വയം ഉൻകെ കന്ധോം സെ ഉതർ ഗയി, അവർ സ്വയം എന്ത് ചെയ്തു, അവരുടെ കന്ധോം സെ ഉതർ ഗയി എന്ന് പറഞ്ഞാൽ അവരുടെ ആശ്രയത്തിൽ നിന്നും പോയി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് അന്തിമ പ്രയാൺ ഹോ ഗയ, मतलब उसका अंतिम प्रयाण हो गया, അവരുടെ അവസാനം സംഭവിച്ചു. മാം കെ അഭാവമേയും ബच्चे നിരാശ്രയ और दुर्बल हो गए. അമ്മയുടെ അഭാവം, അമ്മ പോയതോടുകൂടിയാണ് കുട്ടികൾ എന്തായിത്തീർന്നത്, വീണ്ടും നിരാശ്രയരായി തീർന്നത്. കാരണം അമ്മ പോയതിന് ശേഷമാണ് ആ വിടവ് അവർക്ക് മനസ്സിലായത്. കാരണം അമ്മ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു സ്നേഹവും പരിലാളനയും അമ്മ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസവും അതൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടപ്പോഴേക്കും കുട്ടികൾ ദുർബലരായി എന്നാണ് കവി അവസാനം എന്ത് ചെയ്ത് പറഞ്ഞ് നിർത്തുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ വായിച്ചിട്ട് നിർത്താം. ജബ് തക്ക് ബൂട്ടി മാം ജീവിത് രഹി, ബच्चे माम की देख रेख की जिम्मेदारी
एक दूसरे के कंधों पर डालते रहे। सारी जिंदगी बच्चों के लिए जीने वाली माँ बुढ़ापे में बच्चों के लिए हार बन गई, पर माँ का मातृत्व बच्चों की इस कठिनाई सह नहीं पाया। वह उनके कंधों से उतर गई, मतलब उसका अंतिम प्रयाण हो गया। माँ के अभाव में बच्चे निराश्रय और दुर्बल हो गए. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ പാഠം ഇത് ആസ്വാദന ടിപ്പണിയാണ്, നമുക്ക് പരീക്ഷയിൽ കൃത്യമായിട്ട് ചോദിക്കുന്നതാണ്. ഈ ഒരു ഭാഗം നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, പഠിച്ച് അത് കാണാതെ എഴുതാനും പഠിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് പരീക്ഷയിൽ കൃത്യമായി ചോദിക്കുന്നതാണ്. കവിതാക്ക് ആസ്വാദന ടിപ്പണി തയ്യാറാക്കുന്നത്. ഓക്കെ, ശരി.